ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും പോർമുഖം തുറക്കുകയാണ് ഗവർണറും സർക്കാരും. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിൻഡിക്കേറ്റ്. നിയമ പോരാട്ടം നടത്താനാണ് അനിൽകുമാറിന്റെ തീരുമാനം. ഇന്ന് സർവകലാശാലയിലെത്തും. മോഹൻ കുന്നുമ്മൽ വിദേശയാത്രയിലായതിനാൽ സിസ തോമസിനാണ് താൽക്കാലിക VC ചാർജ് നൽകിയിരിക്കുന്നത്. അതേസമയം ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. രാജ്ഭവനിലേക്ക് ഇന്നും SFI മാർച്ച് നടത്തും. TV പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, ഇനി അങ്ങോട്ട് തലസ്ഥാനത്തിന് ചൂട് പിടിച്ച ദിനങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു. ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ എന്ത് ആറിലേക്കറെ വെച്ച് നോക്കുമ്പോൾ അല്ലേ, ഒരർത്ഥത്തിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ SFI DYFI പ്രവർത്തകരൊക്കെ പറയുന്നത്. എന്തായാലും തുറന്ന യുദ്ധത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ രാജ്ഭവനുമായിട്ട്. ഇതിനിടയ്ക്ക് VC നമ്മുടെ സിസ തോമസിന് ചാർജും കൊടുത്ത് മുങ്ങിയിട്ടുണ്ട് നേരെ റഷ്യയിലേക്ക്. ഒരു തീ കത്തിച്ചിട്ടിട്ടാണ് പുള്ളി പോയിരിക്കുന്നത്. ഇവിടെ ഇന്നലെ രാത്രിയിൽ കണ്ട മാർച്ചുമൊക്കെ വളരെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഇന്നിപ്പോൾ എങ്ങനെയാണ് അനിൽകുമാർ ഈ സസ്പെൻഷനൊന്നും വകവയ്ക്കാതെ രജിസ്ട്രാർ സർവകലാശാലയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സിൻഡിക്കേറ്റ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. സംഘർഷഭരിതമാകുമോ തലസ്ഥാനം? TV പ്രസാദ്, മോർണിംഗ്. ഉറപ്പായും അരുൺ പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ വൈകുന്നേരം തന്നെ സംഘർഷം തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിൻ്റെതായ വഴികളിലും രാജ്ഭവൻ്റെതായ വഴികളിലൂടെയും അധികാരം പ്രയോഗിക്കുകയാണ്. നമുക്കറിയാം ഇതിപ്പോൾ ആദ്യം തുടങ്ങുന്നത് P പ്രസാദാണ്. നമുക്കറിയാവുന്നതുപോലെ ഭാരതാംബയുടെ ചിത്രത്തിൽ RSSകാർ ഉപയോഗിക്കുന്ന കൊടി ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് രാജ്ഭവനിൽ നടത്തേണ്ട പരിപാടി മാറ്റുന്നു. പിന്നീട് മുഴുവൻ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയായിരുന്നു വിവാദം. അതായത് നേരത്തെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് നേരിട്ടായിരുന്നു അടി. ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെ കണ്ടാലും മിണ്ടില്ല എന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അർലേക്കർ മുഖ്യമന്ത്രിയോട് വലിയ സ്നേഹമാണ്, വീട്ടിൽ പോയി പിറന്നാൾ ആശംസകളൊക്കെ നേരും, അങ്ങനൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആർലേക്കർ വളരെ കൃത്യമായി ആർലേക്കറുടെ രാഷ്ട്രീയം രാജ്ഭവനിലൂടെ പറയുന്നു എന്നുള്ളതാണ്. പരസ്യമായി ഒരു ഏറ്റുമുട്ടലിനും ഒരു പ്രതികരണത്തിനും ആർലേക്കർ വരുന്നുമില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി സാധ്യത ഇനിയിപ്പോൾ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് അംഗീകരിക്കില്ല, നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്ന കാര്യം ഉറപ്പാണ്. അരുൺ പറഞ്ഞതുപോലെ സർവകലാശാല VC റഷ്യയിലേക്ക് മുങ്ങിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതായത് ഗവർണറുടെ സുരക്ഷാ ജീവനക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക രാജ്ഭവൻ കൊടുത്തു. ആ പട്ടിക ആദ്യം അംഗീകരിച്ച് ഉത്തരവിറക്കി, ആ പട്ടിക റദ്ദാക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഗവർണർ ഇന്നലെ എത്തിയതോടുകൂടി സർവകലാശാലയിലെ സെനറ്റ് ഹാളിലുണ്ടായ പരിപാടിയുടെ പേരിൽ അന്ന് രജിസ്ട്രാർ എടുത്ത തീരുമാനം അത് ശരിയല്ലെന്നും അത് നിയമവിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രജിസ്ട്രാറെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വൈസ് ചാൻസലർ എടുക്കുന്നത്. വൈസ് ചാൻസലറുടെ തീരുമാനം നമുക്കറിയാം, അത് രാജ്ഭവനിൽ നിന്ന് വരുന്ന തീരുമാനമാണ്. സർക്കാർ രാജ്ഭവൻ പോര് ഈ ഭാരതാംബ ചിത്രത്തിൻ്റെ പേരിൽ കടുക്കുകയാണ്. അത് തെരുവിലേക്ക് ബാധിക്കുന്നു എന്നുള്ളതാണ്. SFI ഏറ്റെടുക്കുന്നു, DYFI ഏറ്റെടുക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് തലങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ മാറും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. എന്തായാലും നിയമ നടപടി തുടരുന്നതിനൊപ്പം സംഘർഷം രൂക്ഷമാവാനുള്ള സാധ്യതയാണ്. ഇന്നും SFIയുടെ മാർച്ചുണ്ട്, KSUവിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട്. അതും മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും ഇവിടെ രാജ്ഭവനെതിരെ SFIയും KSUവും ഒന്നിച്ച് സമരം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒറ്റക്കെട്ടാണ്. രാജ്ഭവൻ തനിച്ച് ഇതിനെ നേരിടുന്നു. BJP സഹായമായി എത്തുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിശക്തമായ പ്രക്ഷോഭം തെരുവിലേക്ക് ബാധിക്കുന്നു. ചുരുക്കത്തിൽ ഭാരതാംബ ചിത്രം വലിയ രാഷ്ട്രീയ വിവാദമായി കേരളത്തിൽ മാറുന്നു എന്നതാണ് ഒരു. എത്ര നന്നായിട്ട് പോകേണ്ട സർവകലാശാലയിലെ അക്കാദമിക് അന്തരീക്ഷമാണ് തടസ്സപ്പെടുന്നത് അല്ലേ? എത്ര ദിവസങ്ങളായി ഈ മോഹൻ കുന്നുമ്മൽ വന്നതിന് ശേഷം സിൻഡിക്കേറ്റും VCയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലാണ്. അവിടുത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളൊക്കെ ആകെ താറുമാറാവുന്ന ഒരു സാഹചര്യവും കൂടി ഈ താൽക്കാലിക VC വന്നതിന് ശേഷമുണ്ട്. ഒന്ന് നോക്കൂ, നമ്മുടെയൊക്കെ സർവകലാശാലകളിൽ ഒട്ടുമിക്കതിലും താൽക്കാലിക VCമാരാണ്. അതാണ് അവസ്ഥ.